Uh, Very good. Thank you. Let's pray together. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Dear Father, thank you for your great love for us. പിതാവേ, നിന്റെ സ്നേഹത്തിനായി നന്ദി കർത്താവേ. Thank you that in your love for us, you've been so patient and long suffering with us. നിന്റെ സ്നേഹത്തില് ഞങ്ങളോട് ക്ഷമയോടെയും വളരെ ദീർഘക്ഷമയോടൊക്കെ ഇരുന്നതിന് നന്ദി കർത്താവേ. And help us, Lord, to never forget your great mercy toward us. പിതാവേ, നിന്റെ ഏറ്റവും വലിയ ദയ ഞങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. And help us to remember that we are not our own. You purchased us with your precious blood, Lord Jesus. ഞങ്ങളുടെ തന്നെയല്ല കർത്താവേ, നീ നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലക്കി വാങ്ങിയതാന്നുള്ളത് ഞങ്ങൾ മറന്നു പോകാൻ ഇടവരരുതേ. And our whole lives belong to you. ഞങ്ങളുടെ മുഴുവൻ ജീവിതവും നിനക്കുള്ളതാണ് കർത്താവേ. So help us, Lord, to live every day with that mindset of being yours. ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങള് ഈ ഒരു കാര്യത്തില് ഞങ്ങളുടെ ഹൃദയം ഊന്നിക്കൊണ്ട് കർത്താവ് നിന്റെയാണ് ഞങ്ങൾ എന്നുള്ള ഒരു കാര്യത്തിൽ ഹൃദയം വെച്ച് ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. Speak to us, Lord, even now, today. ദൈവമേ, ഇന്നും ഞങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കണമേ പിതാവേ. We want to hear your voice, Lord, from your word. പിതാവേ, നിന്റെ സ്വരം നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ കേൾക്കണം കർത്താവേ. We believe you will do that through your Holy Spirit. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. Thank you in Jesus' name. Amen. യേശുവിന്റെ നാമത്തിൽ തന്നെ നന്ദി കർത്താവേ. ആമേൻ. Amen. Yeah, brothers, I thought I would share some thoughts on what it means for us to be leaders as men. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ നമ്മള് ഒരു ക്രിസ്തീയ നേതാവ്, ഒരു പുരുഷനായിരിക്കും ഒരു ക്രിസ്തീയ നേതാവ് ആയിരിക്കേണ്ടത് എങ്ങനെയാന്നുള്ള കാര്യത്തിലാണ് എൻ്റെ ചിന്ത. In God's order, He has placed men as the heads of the home. ദൈവത്തിന്റെ ഒരു ചട്ടം അനുസരിച്ച് പുരുഷനെയാണ് ഒരു ഒരു കുടുംബത്തിന്റെ തലവനായി വെച്ചിരിക്കുന്നത്. That doesn't mean that we get to act like kings and rulers. അതിന്റെ അർത്ഥം നമ്മളൊരു രാജാവിനെ പോലെ ഒരു ന്യായാധിപതി പോലെ ആയിരിക്കണമെന്നല്ല. To be the head in God's kingdom is to be the servant of all. ദൈവത്തിന്റെ രാജ്യത്തിലെ ഒരു ഒരു ഹെഡ് അല്ലെങ്കിൽ ഒരു തലവൻ എന്ന് പറയുന്നത് അത് ഒരു 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 വേലക്കാരന്റെ രൂപത്തിലാണ്. വേലക്കാരന്റെ ഒരു സ്ഥാനമാണ് നമ്മൾ എടുക്കേണ്ടത്. So if somebody comes to us and asks us, how are you the head of the home? ഇപ്പം ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഒരു കുടുംബത്തിന്റെ തലവനായിരിക്കുന്നതെന്ന് ചോദിക്കാന്ന് വിചാരിക്കുക. Or somebody was to come to our wives, if you're married, and ask, how is your husband the head of the home? ഇപ്പൊ നമ്മുടെ ഭാര്യയോട് വന്ന് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ തലവനായിരിക്കുന്നതെന്ന് ചോദിക്കാന്ന് വിചാരിച്ചോ? Will she say, oh, if the tea is not correct, then he'll ask me to make it again? അപ്പം ഭാര്യ പറയാണ്, ഞാൻ ഒരു ചായ ഉണ്ടാക്കി അതിന് തകരാറുണ്ടെങ്കിൽ വീണ്ടും പുതിയ ചായ കൊണ്ടുവരാൻ പറയും Or, എന്ന് or, പറയുമോ? or hot water is not ready, or dinner is not ready on time, then he gets irritated. That's why he's the head of the home. അല്ലെങ്കിൽ നമ്മുടെ പ്രാതൽ അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം ചോദിച്ച ഈ കാര്യങ്ങള് ഒന്നും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ വഴക്ക് പറയും. അങ്ങനെയാണ് അവന്റെ കുടുംബത്തിന്റെ തലവനെന്ന് പറയുമോ? Or my clothes are not washed in time, then he's upset. Is that how we are the head of the home? അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങള് ശരിക്ക് കഴുകിയില്ലെങ്കിൽ നമ്മള് നിരാശപ്പെടും. അങ്ങനെ നമ്മളെ വഴക്ക് പറയും. ഇങ്ങനെയാണോ നമ്മൾ ഒരു കുടുംബത്തിന്റെ തലവനായിരിക്കുന്നത്? Let's turn to John chapter 13. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് പോകാം. Jesus showed us what it means to be the head. അപ്പം ഒരു 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 കുടുംബത്തിന്റെ ഒരു തലവനായിരിക്കുന്നത് എങ്ങനെയാന്ന് ഇവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. In this passage, we see that Jesus was there with his 12 disciples. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ഈ എല്ലാ ശിഷ്യന്മാരുടെ കൂടെയായിരുന്നു കർത്താവ്. And normally if you went to a house, there would be some servant who would come and wash your feet. സാധാരണ നമ്മൾ ഒരു ഭവനത്തിൽ പോകുമ്പം ഏതെങ്കിലും ഒരു വേലക്കാരൻ വന്ന് നമ്മുടെ കാല് കഴുകും. But here was 13 men. There's no servant girl to wash anybody's feet.
ഇവിടെ 13 പുരുഷന്മാരുണ്ട്. ഈ കാല് കഴുകാനായിട്ട് ഒരു വേലക്കാരി അവിടെ ഇല്ല. And so I'm sure they all thought, okay, somebody's got to wash the feet. അപ്പം അവരെല്ലാരും ചിന്തിച്ചു, ആരെങ്കിലും ഈ കാല് കഴുകണം എന്ന് എല്ലാരും ചിന്തിച്ചു. And Peter probably thought, well, Jesus said, I'm going to be the rock, so couldn't be me. അപ്പം പത്രോസ് വിചാരിച്ചു, ഞാനാണ് ഈ പാറ, അതുകൊണ്ട് ഞാനായിരിക്കാൻ സാധ്യതയില്ല. James and John said, we're his cousins. No, couldn't be me. ഇപ്പൊ ജെയിംസും യോഹന്നാനും യാക്കോബും വിചാരിച്ചു, ഞങ്ങള് കർത്താവിന്റെ ബന്ധത്തിലുള്ള ആൾക്കാർ, അതുകൊണ്ട് ഞങ്ങളായിരിക്കാൻ വഴിയില്ല. Matthew would have thought, I'm the educated chartered accountant, not me. ഇപ്പൊ മത്തായി വിചാരിച്ചു, ഞാൻ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാനുമല്ല. Judas, he says, I'm the treasurer, not me. അപ്പൊ യൂദാസ് വിചാരിച്ചു, ഞാന് ധനകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഞാനായിരിക്കാനും സാധ്യതയില്ല. Everybody had some reason why that dirty job they shouldn't do. അപ്പം എല്ലാവർക്കും, ഈ ശിഷ്യന്മാർക്ക് ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചെറിയ ജോലി അല്ലെങ്കിൽ ഈ വൃത്തികെട്ട ജോലി ചെയ്യാതിരിക്കാൻ ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. And if you asked anybody else looking at them from the outside, they would definitely say Jesus shouldn't do it. He's the true head. അപ്പം അത് കണ്ട് വെളി നിൽക്കുന്ന ഒരാള് പറയും, അത് ഒരിക്കലും യേശു ആവാൻ വഴിയില്ല, യേശു ആണല്ലോ അവിടുത്തെ തലവന്. അപ്പൊ യേശു കാല് കഴുകേണ്ട ജോലി യേശുവിന്റെ അല്ലെന്ന് അവിടെ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്പഷ്ടമായിട്ടും പറയും. And what does Jesus do? He picks the water and the basin and he washes their feet. പക്ഷേ കർത്താവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഒരു പാത്രം എടുത്ത് ഇവരുടെ എല്ലാം കാല് കഴുകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. I sometimes imagine what the angels must have been thinking when they saw this happening on earth. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൂതന്മാർ, സ്വർഗത്തിലെ ദൂതന്മാര് ഈ കർത്താവ് ഈ പാദങ്ങളൊക്കെ കഴിയുമ്പോൾ അവരെന്തുമായിരിക്കും ചിന്തിച്ചതെന്ന് ഞാൻ The ചിന്തിക്കാറുണ്ട്. angels were used to worshiping Jesus for thousands upon thousands of years seated on the throne. അപ്പൊ ഈ ദൂതന്മാര് ഈ യേശുവിനെ കാലാകാലമായിട്ട്, ആയിരം വർഷങ്ങളായിട്ട് ഈ ഈ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ദൂതന്മാര്. They knew who he really was, the Lord of all, God seated on the throne. അപ്പൊ ഈ ദൂതന്മാർക്ക് സ്പഷ്ടമായിട്ടും അറിയാം ഇത് ആരാണ്, ഈ ദൈവമാണ്, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമാണ് ഈ പാദങ്ങൾ കഴുകുന്നത് ദൂതന്മാർക്ക് അറിയാം. When they approached him, they bowed their head because of how holy and exalted he is. ഇപ്പം ദൂതന്മാര് കർത്താവിനെ അടുത്ത് വരുമ്പം അവർ തല കുനിച്ച് വണങ്ങും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് പരിശുദ്ധനായ ദൈവമാണിത്. And those angels have seen what Peter is like and what Matthew is like, and seen Judas is the one who's going to betray him. അപ്പൊ ഈ ദൂതന്മാരെല്ലാം കാണുന്നുണ്ട്, പത്രോസ് എങ്ങനെയാണ്, യോഹന്നാൻ എങ്ങനെയാണ്, ഈ ഒറ്റുകൊടുക്കാൻ പോകുന്ന യൂദ എങ്ങനെയാണെന്നെല്ലാം ഈ ദൂതന്മാര് മേളിൽ നിന്ന് കാണുന്നുണ്ട്. They're seeing these 12 sinful men here on this earth being with Jesus, the God who is God and the Lord of all. അപ്പൊ ഈ 12 പാപികളായ ഈ 12 ശിഷ്യന്മാര് ഏറ്റവും വലിയ ഉന്നതനായ ദൈവത്തിന്റെ കൂടെ ഉള്ളത് ഈ ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ട്. And then they see this King of Kings coming and bowing down and washing their feet. അങ്ങനെ ഈ രാജാതി രാജാവ് ഈ ശിഷ്യന്മാരുടെ ഒക്കെ കാലിന്റെ കീഴെ പോയി അവരുടെ കാല് കഴുകുന്നത് ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് കാണുന്നു. Let's read now in verse 12, John 13, verse 12. അപ്പം നമ്മൾ യോഹന്നാൻ സുവിശേഷം 13:12 നമുക്ക് വായിക്കാം. So when he had washed their feet and taken his garments and reclined at the table again, he said to them, do you know what I have done to you? അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? You call me teacher and Lord, and you are right, for so I am. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. If I then, the Lord and the teacher, washed your feet, you also ought to wash one another's feet. കർത്താവ് ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. For I gave you an example that you also should do as I did to you. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. Truly, truly, I say to you, a slave is not greater than his master, nor is one who is sent greater than the one who sent him.
ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. If you know these things, you are blessed if you do them. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. So when we see that God has placed us as the heads of the home, ദൈവം നമ്മളെ ഒരു കുടുംബത്തിന്റെ തലവനായിട്ട് നമ്മളെ വെക്കുമ്പോ we see Jesus' example in how he was lived as the head. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, യേശു ഒരു തലവനായിട്ട് എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Right after this, if you went to Peter and asked him, hey, how is Jesus the head for you? How is he your Lord? അപ്പം ഇതിന് ശേഷം പത്രോസിന്റെ അടുക്ക പോയി ചോദിക്കുവാണ്, കർത്താവ് എങ്ങനെയാണ് നിങ്ങളുടെ തലവനായിട്ട് ഇരുന്നതെന്ന് ചോദിക്കാന്ന് വിചാരിച്ചോ? Does he sit there in the chair comfortably and anything he wants, you come and bring to him? Is that how he is the Lord? അപ്പം പത്രോസ് പറയുമോ, ഒരു സിംഹാസനൊക്കെ ഇരുന്നിട്ട് ഞാൻ പറയുന്ന അനുസരിച്ചല്ല എനിക്ക് കൊണ്ടുവരാ എന്ന് പറയുന്ന ഒരാൾ ആണെന്ന് പത്രോസ് പറയുമോ? You come and ask him, you want some tea, you want some cold water, you want something to eat. Is that how he is the Lord? You're always serving him? അപ്പം ആ കർത്താവ് പറയാം, എനിക്ക് ഇത് കൊണ്ടുപോവാ, അല്ലെ അത് കൊണ്ടുപോവാ, എനിക്ക് ചായ കൊണ്ടുപോവാ, എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരവുകൾ സിംഹാസനം ഇരുന്ന് ഉത്തരവ് ചെയ്യുന്ന ഒരാളായിട്ട് ആണോ കർത്താവിന്റെ പ്രതിഫലിപ്പിച്ചത്? What would Peter say? പത്രോസ് എന്തു പറയും? He'll say, he washed my feet. പത്രോസ് പറയും, അവൻ എന്റെ കാല് കഴുകിയെന്ന് പറയും. This is what it means to be the head. അപ്പൊ ഇതാണ് ഒരു കുടുംബത്തിന്റെ തലവൻ എന്ന് പറഞ്ഞ, ഇതാണ് അതിന്റെ അർത്ഥം. This is the example that Jesus has called us to follow. ഈ ഒരു ഉദാഹരണമാണ് കർത്താവിനെ അനുഗമിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. Let's turn to Hebrews chapter 3. നമ്മൾ എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. I believe that all of us have a desire to be useful to the Lord in his church. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സഭയില് കർത്താവിന് ഉപയോഗമുള്ള ആൾക്കാരായിട്ടും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. And even in Christendom, in other churches, when somebody becomes converted, immediately they think about, how can I serve God? നമ്മള് ക്രിസ്തീയ ലോകത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരാൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞ് അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെ എനിക്ക് കർത്താവിനെ സേവിക്കാനായിട്ട് പറ്റും. I remember even as a young person, I would meet some newly converted Christian and he would say, oh, I want to go be a missionary, I want to become a pastor, I want to do this, I want to do that. ഞാൻ ഈ പുതിയതായിട്ട് വീണ്ടും ജനിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഉള്ളിൽ വലിയൊരു ആഗ്രഹമാണ്, എനിക്ക് അത് ചെയ്യണം, എനിക്കൊരു മിഷണറി ആയിട്ട് പോകണം, എനിക്കൊരു പാസ്റ്ററാണ്. അവർക്ക് ഉള്ളിൽ വലിയൊരു ആഗ്രഹമുണ്ട് കർത്താവിനെ സേവിക്കാനായിട്ട്. And in the old covenant, that was okay. ഈ പഴയ നിയമത്തില് അങ്ങനെ ആയിരിക്കുന്നത് കുഴപ്പമില്ല. In the old covenant, there were the Levites and the priests who did the service for God. ഈ പഴയ നിയമത്തിലെ ലേവ്യരുണ്ടായിരുന്നു, അവര് പുരോഹിതന്മാരായിരുന്നു, അവരാണ് കർത്താവിന്റെ വേണ്ടിയുള്ള സേവനങ്ങളൊക്കെ ചെയ്തിരുന്നത്. But in the new covenant, God showed us something different. ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പം കർത്താവ് ചില വ്യത്യസ്തമായ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. Here we read in Hebrews 3, beginning in verse 1, about two men who served God faithfully. ഇപ്പം ഇവിടെ ഈ എബ്രായ ലേഖനം 3-ാം അധ്യായത്തില് രണ്ട് മനുഷ്യര് കർത്താവിനെ സേവിച്ച രണ്ട് മനുഷ്യരെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. One is Moses and the other is Jesus. അവിടെ രണ്ട് പേരുണ്ട്, ഒന്ന് മോശ, രണ്ടാമത്തത് യേശു. And here we see two examples of being faithful. Both of them were faithful. രണ്ടുപേരും വിശ്വസ്തരായിരുന്നു, മോശയും യേശുവും വിശ്വസ്തരായിരുന്നു. അവരെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് ഉദാഹരണങ്ങൾ. If you were living in the old covenant, yes, you could follow Moses. He was a good example for you. നിങ്ങൾ പഴയ നിയമത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ മോശയെ അനുകരിക്കാം. മോശ നല്ലൊരു ഉദാഹരണമാണ്. Now that we're living in the new covenant, Moses is not our example. നമ്മളിപ്പം പുതിയ നിയമത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് മോശ നമുക്ക് അനുഗമിക്കാൻ പറ്റിയ ഒരു ഉദാഹരണമല്ല. Jesus is our example. യേശുവാണ് നമ്മുടെ മാതൃക. And what is the difference that we see here between Moses and Jesus? ഈ യേശുവും മോശയും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ നമ്മൾ ഇവിടെ കാണുന്നത്?
Let's read beginning in verse 1. Therefore, holy brethren, partakers of a heavenly calling, consider Jesus the apostle and high priest of our confession. എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിയായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. He, that is Jesus, was faithful to him, appointed him, as Moses also was in all his house. മോശ ദൈവഭവനത്തിൽ ഒക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ച് ആക്കിയവന് ആകുന്നു. So we're told, first of all, both of them were faithful. ഇവിടെ നമ്മൾ ഒരു കാര്യം ആദ്യം പറയുന്നത്, രണ്ടുപേരും വിശ്വസ്തരായിരുന്നു എന്ന് പറയുന്നു, മോശയും യേശുവും. He's not saying that Moses was unfaithful. ഇവിടെ മോശ അവിശ്വസ്തനായിരുന്നു എന്ന് ഇവിടെ പറയുന്നില്ല. There were plenty of unfaithful examples in the Old Testament. ഇവിടെ പഴയ നിയമത്തില് അവിശ്വസ്തരുടെ വലിയൊരു ഉദാഹരണ പട്ടികകളുണ്ട്. But he picks the best example of faithfulness in the Old Testament. പഴയ നിയമത്തിലെ ഏറ്റവും നല്ല ഒരു ഉദാഹരണത്തെയാണ് പൊക്കി കർത്താവ് കാണിക്കുന്നത്, ദൈവം കാണിക്കുന്നത്. And then compares that with Jesus, who is our example. അതിനോട് ചേർത്ത് യേശുവിനോട് താരതമ്യം ചെയ്ത്, യേശുവാണ് നമ്മുടെ മാതൃക. ആ ഒരു ഉദാഹരണം, മോശയുടെ ഉദാഹരണം യേശുവും തമ്മിൽ താരതമ്യം ചെയ്യുന്നു ഇവിടെ. So I can say, I'm being faithful. I'm following Moses. He served and did all these things. എനിക്ക് വേണേ പറയാം, ഞാൻ മോശയെ അനുകരിക്കുന്നു, മോശ ഇതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. But God would say, no, that's not your example. Your example is Jesus. അപ്പം അത് നിന്റെ മാതൃകയല്ല. നിന്റെ മാതൃക എന്ന് പറയുന്നത് യേശുവാണ്. So we must see the difference between how Moses was faithful and how Jesus was faithful, because Jesus is our example. അപ്പം നമ്മൾ ഇതിന്റെ വ്യത്യാസം കാണണം. എങ്ങനെയാണ് മോശ വിശ്വസ്തനായിരുന്നത്, എങ്ങനെയാണ് യേശു വിശ്വസ്തനായിരുന്നത്. യേശുവാണ് നമ്മുടെ മാതൃക. If I live my whole life being faithful but following Moses' example of faithfulness, at the end of my life God will say, you are following the wrong person. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ മൊത്തം വിശ്വസ്തനായിരുന്നു, പക്ഷെ മോശ എങ്ങനെ വിശ്വസ്തനായിരുന്നു ആ രീതിയിലാണ് ഞാൻ വിശ്വസ്തനായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്റെ ജീവിത അവസാനത്തില് കർത്താവിനോട് പറയും, നീ മാതൃകയാക്കി വെച്ച് തെറ്റായ ഒരു മാതൃകയാ നീ പിന്തുടരുന്നെന്ന് അവസാനം പറയും. Let me give you one example. I'll come back to Hebrews 3. Let me show you an example in Matthew chapter 7. ഞാൻ ഈ എബ്രായിലേക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് ഞാനൊരു മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു ഉദാഹരണം കാണിക്കാം. Of some people who were faithful in doing some things, but their whole life was a waste. ചില കൂട്ടര് വളരെ വിശ്വസ്തരായിരുന്നു ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ, പക്ഷെ അവരുടെ ജീവിതം മൊത്തം പാഴായി പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. That would be like running some race, but you ran on the wrong course. So it was not the race you were supposed to run. You ran somewhere else. അതെന്ന് പറയുന്നത് നമ്മള് ഒരു ഓട്ടക്കളത്തിലാ, നമ്മൾ പക്ഷെ ഓടേണ്ട ദിശയിലേക്കല്ല ഓടിയ, വേറെ ഏതോ ദിശയിലേക്കാണ് നമ്മൾ ഓടിപ്പോയത്. In the Olympic events or athletic events, there's a specific course that the race is on. ഇപ്പൊ നമ്മൾ ഈ ഒളിമ്പിയ കളികളിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെ ഒരു ഈ ഓടേണ്ടതിന് ഒരു വരകൾ വരച്ചിട്ടുണ്ട്. ആ ഒരു വൃത്തത്തിനകത്ത് വേണം അവർ ഓടാനായിട്ട്. In fact, the rules are so strict that you have to stay in your lane during the whole race. അപ്പം ഈ നിയമങ്ങൾ വളരെ വളരെ സ്ട്രിക്റ്റാ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പാതയുണ്ട്, ആ പാതയിലൂടെ മാത്രമേ നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഓടാൻ പാടുള്ളൂ. But if somebody says, I ran over there, I ran very fast and I came first, it won't matter. You didn't run in the course. അപ്പം ഒരാൾ പറയാം, ഞാൻ അവനേക്കാളും വേഗത്തിൽ ഓടി എന്നൊക്കെ പറഞ്ഞാലും അവന് വെച്ചിരിക്കുന്ന പാതയിൽ അല്ലെങ്കിൽ അത് കണക്കാക്കത്തില്ല. And I believe what Jesus said, that there will be many who ran fast and were faithful, but it was a waste. അപ്പം അവസാനം കർത്താവ് പറയും, പലരും നല്ലതായിട്ട് ഓടി, വേഗത്തിൽ ഓടി, പക്ഷെ അവസാനം അത് പാഴായി പോയി, അവരുടെ പാത പിന്തുടരുന്നില്ല. Here's an example. Matthew 7 verse 22. മത്തായിയുടെ സുവിശേഷം 7:22 ഇവിടെ ഒരു ഉദാഹരണമുണ്ട്. Many will say to me on that day, Lord, Lord, did we not prophesy in your name, and in your name cast out demons, and in your name perform many miracles? കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. We were very faithful, Lord. We did all these great things for you.
ഞങ്ങൾ വളരെ വിശ്വസ്തരായിരുന്നു, നിനക്ക് വേണ്ടി ഞങ്ങൾ ഈ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയും. And what will the Lord say to them? Verse 23. കർത്താവ് മറുപടിയായിട്ട് അവരോട് എന്ത് പറയും? 23-ാം വാക്യത്തിൽ I എഴുതിയിട്ടുണ്ട്, I never knew you. You ran the wrong race, even though you were faithful in all these things. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അതായത് നിങ്ങൾ ഓടിയ ഒരു തെറ്റായ ദിശയിലേക്കാണ് നിങ്ങൾ ഓടിയതെന്ന് അന്ന് പറയും. And if Jesus said in verse 22 that many will be like that, that is a warning for us. അപ്പം കർത്താവ് 22-ാം അധ്യായത്തിൽ പറയുന്നത് അനേകം ആൾക്കാർ അങ്ങനെ ആകുമെന്ന് പറയുമ്പം നമുക്ക് അതൊരു ഒരു ഒരു മുന്നറിയിപ്പാണ്. So, what does it mean then to run the correct race, the right race? അപ്പം ഈ ശരിയായ ഓട്ടം ഓടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? Tells us in verse 21, not അത് everyone who says to me, Lord, Lord, will enter the kingdom of heaven, but he who does the will of my Father who is in heaven will enter. അതിന്റെ ഉത്തരം അതിന്റെ 21-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. This is what it means to be faithful in the new covenant. അപ്പം ഈ പുതിയ നിയമത്തിലെ വിശ്വസ്തരാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. It is doing the will of the Father in every situation. നമ്മുടെ എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നതാണ് ശരിയായ ദിശയിലേക്ക് ഓടുന്നതിന്റെ അർത്ഥം. For us as men, especially in India, it's common that we don't go in the kitchen and do things in the kitchen. Our wives do that. നമ്മള് പുരുഷന്മാരായിരിക്കുമ്പം നമ്മള് അടുക്കളയിൽ പോയി പല കാര്യങ്ങളും ചെയ്യാറില്ല, ഭാര്യമാരാ അത് ചെയ്യുന്നത്. That's typically how it is in Indian culture. അത് ഇന്ത്യൻ സംസ്കാരത്തില് പ്രത്യേകിച്ചും അങ്ങനെയാ. But what if one day the father says, my will for you is to go and wash the clothes and wash the plates today? അപ്പൊ ഒരു ദിവസം പിതാവ് പറയാണ്, എന്റെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ ഈ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ കഴുകുക എന്ന് പിതാവിന്റെ ഇഷ്ടം നമ്മളോട് അറിയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? My will for you is to go and clean the toilet today. അപ്പം ഇന്ന് കർത്താവ് പറയാം, എന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ഇന്ന് നീ അവിടുത്തെ ടോയ്ലറ്റ് പോയി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? And the Lord will say, you're the head of the home. I want you to do that. Show that you're the head of the home by doing the dirty job. അപ്പം കർത്താവ് പറയും, നീ കുടുംബത്തിന്റെ തലവനാണെങ്കിൽ നീ അത് കാണിക്കുക. ഈ നിലയിലുള്ള ചെറിയ ജോലികൾ അല്ലെങ്കിൽ വൃത്തികെട്ട ജോലികളൊക്കെ ചെയ്ത് നീ അത് തെളിയിക്കുക. And then while you're doing that, your friend or your neighbor or somebody from work is going to come and visit you and see you doing all the dirty work. അപ്പൊ നമ്മളിത് ചെയ്തോണ്ടിരിക്കുമ്പം നമ്മുടെ അയലോക്കത്ത് നമ്മുടെ കൂട്ടുകാരോ നമുക്ക് പരിചയം ആൾക്കാരോ നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മളപ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അറിയുന്നു. What will our response be? അങ്ങനെ ആയിരിക്കുമ്പോ നമ്മുടെ പ്രതികരണം എന്തുമായിരിക്കും? Oh no, Lord, it's not in our culture. We don't do that. ഇത് ഞങ്ങളുടെ സംസ്കാരത്തിൽപ്പെട്ട കാര്യമല്ല, ഞങ്ങൾ ഇത് ചെയ്യില്ല. കർത്താവെ, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല, എന്റെ I സംസ്കാരത്തിൽപ്പെട്ട have a കാര്യമല്ല. servant for that. She does that. എനിക്ക് വീട്ടിലൊരു വേലക്കാരി ഉണ്ട്, അവളാ അതെല്ലാം ചെയ്യുന്നത്. You see, following Jesus' example is doing the will of the Father. അപ്പം കർത്താവിന്റെ മാതൃക പിന്തുടരുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നതാണ്. In fact, let's turn to John chapter 6. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. Verse 38. 6:38. യോഹന്നാൻ 6:38. This is Jesus telling us why he came to this earth. ഇവിടെ കർത്താവ് ഭൂമിയിലേക്ക് എന്തിനാ വരുന്നെന്ന് പറയുന്ന ഒരു വാക്യമായത്. He didn't come to this earth to do a lot of miracles and to cast out demons and raise people from the dead, or even to go to the cross. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് വലിയ അത്ഭുതങ്ങൾ കാണിക്കാനോ ഭൂതങ്ങളെ പുറത്താക്കാനോ അല്ലെങ്കിൽ ഈവൻ ക്രൂശിൽ മരിക്കാനോ ഒന്നുമല്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. He didn't come to this earth to become some famous person who would start a new religion or anything like that. ഒരു പ്രശസ്തനായ ഒരു വ്യക്തി ഒരു പുതിയ മതം സ്ഥാപിച്ചു എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. He says, verse 38, I have come down from heaven not to do my own will, but the will of him who sent me. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. That's it. That's all he came to do. അത് മാത്രമേ ഉള്ളൂ. പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. When the father said, okay, now go and be obedient to your daddy and mommy in Nazareth, he said, I'll do that. നസ്രത്തിലായിരിക്കുമ്പം നിന്റെ പപ്പയ്ക്കും മമ്മിക്കും നീ കീഴടങ്ങിയിരിക്കാന്ന് കർത്താവിനോട് പറയുമ്പം കർത്താവ് പറഞ്ഞു, അതെ, ഞാൻ കീഴടങ്ങിയിരുന്നോളാം.
Okay, now I want you to go to school and obey your teachers in the school there, even though you know more than all of them. Okay, Father, I'll do that. അപ്പം അവിടെ ഒരു സ്കൂളിലേക്ക് പോകുമ്പം അവിടെ കർത്താവ് പറഞ്ഞു നീ അവിടെ അധ്യാപകർക്ക് കീഴടങ്ങിയിരിക്കുക. ഈ അധ്യാപകരെക്കാളെല്ലാം ജ്ഞാനമുണ്ട് കർത്താവിന്, പക്ഷെ ദൈവം Now, പറഞ്ഞു നീ അവിടെ കീഴടങ്ങിയിരിക്കുക. now you're looking at all those men and their feet, they smell bad. I want you to go and wash their feet. Okay, Father, I'll do that. എന്നിട്ട് പിന്നെ കർത്താവ് പറയുന്നു നീ ശിഷ്യന്മാരുടെ കാലെല്ലാം ചീത്ത നാറുന്നുണ്ട്, പക്ഷെ നീ ആ കാലെല്ലാം പോയി കഴുകുക. അപ്പം കർത്താവിന് അതെ ഞാൻ ചെയ്യാന്ന് പറയുന്നു. I only come to do what the Father said. That's it. ഞാൻ ആ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ടാ ഭൂമിയിൽ, അത് മാത്രമേ This is എനിക്കുള്ളൂ. this is the example that Jesus set for us. ഈ ഒരു മാതൃകയാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. Now let's go back to Hebrews chapter 3. നമ്മൾ എബ്രായ 3-ലേക്ക് മടങ്ങി വരാം. We're seeing the difference between how Moses was faithful and how Jesus was faithful. ഇവിടെ മോശ എങ്ങനെ വിശ്വസ്തനായിരുന്നു, കർത്താവ് എങ്ങനെ വിശ്വസ്തനായിരുന്നു, ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. And he says, verse like we just saw, verse 2, both of them were faithful. ഇവിടെ രണ്ടാമത്തെ എബ്രായ 3:2 പറയുന്നുണ്ട് രണ്ടുപേരും വിശ്വസ്തരായിരുന്നു എന്ന് പറയുന്നുണ്ട്. And then in verse 5, we start to see the difference. ഈ 5-ാം വാക്യം മുതല് ഇവര് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. Moses was faithful in all his house as a servant for a testimony of those things which were to be spoken later. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരിക്കുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. But Christ was faithful as a son over his house, whose house we are if we hold fast our confidence and the boast of our hope firm until the end. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യം പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. So here we see the difference. Moses was faithful as you can say, like an employee, a servant. അവിടെ മോശ എന്ന് പറയുന്നത് ഒരു വേലക്കാരനെ പോലെ വിശ്വസ്തനായിരുന്നു. Jesus Christ was faithful as a son. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പുത്രനായിട്ട് വിശ്വസ്തനായിരുന്നു. I'm sure you know what that difference is between an employee and a son. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു വേലക്കാരനും ഒരു പുത്രനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. Imagine that there's a man who owns a big business. ഉദാഹരണത്തിന് ഒരു വലിയ ബിസിനസിന്റെ ഉടമയെ കുറിച്ച് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. And he employs many people to come and work for him in his business. അപ്പം അദ്ദേഹത്തിന്റെ ബിസിനസ്സില് പല ആൾക്കാരും അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യാനായിട്ട് പല ജോലിക്കാരുണ്ട്. And maybe many of the employees are useless employees. They're very lazy and he has to always chase them to get the work done. പല ജോലിക്കാരും മടിയന്മാരാ. അപ്പൊ അവരെ കൊണ്ട് പണി ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഉടമ അവരുടെ പുറകെ നടക്കണം. That's how it was in the Old Covenant. Most of the people didn't care about God's work. അങ്ങനെയായിരുന്നു ഈ പഴയ നിയമ കാലത്തില്. മിക്ക ജനങ്ങളും കർത്താവിന്റെ വേലയെ കുറിച്ച് അവര് ഗണ്യമാക്കിയിരുന്നില്ല. But then the business owner says, but that one man, he is such a good worker. അവിടെ ബിസിനസ് ഉടമ പറയുന്നു ഒരു മനുഷ്യനുണ്ട്, അവൻ നല്ല ജോലിക്കാരനാണ്. Every day he shows up on time and he works hard until the end of the shift and he works very hard. അപ്പൊ ഒരു ജോലിക്കാരൻ അവൻ കറക്റ്റ് സമയത്തിന് വരും, നല്ലോണം അധ്വാനിക്കും, അവസാനം വരെ ജോലി ചെയ്തിട്ട് അവൻ മടങ്ങി പോകത്തുള്ളൂ. And he always, when he's there, he's always helping. Anything I ask him to do, he'll do. അപ്പം ആ ജോലിക്കാരന്റെ പ്രത്യേകത, ഞാൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എനിക്ക് ചെയ്തു തരും. That's Moses. അതാണ് മോശ. And then we say, but Jesus is your example. പക്ഷേ യേശുവാണ് നമ്മുടെ മാതൃക. Now let's say this business owner has a son. അപ്പൊ ഈ ബിസിനസ് ഉടമയ്ക്ക് ഒരു പുത്രൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതുക. And this son is growing up and one day the son is going to take over the business. അപ്പം ഈ പുത്രനെ വളർന്നു വരുന്നു. ഒരു ദിവസം ഈ ബിസിനസ് വന്ന് ഈ പുത്രനെ ഏറ്റെടുക്കുന്നു. That's different. The owner's attitude towards the son is quite different than even his best employee. അപ്പം ഈ പുത്രനോടുള്ള മനോഭാവം അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനോടുള്ള മനോഭാവത്തെക്കാളും വ്യത്യസ്തമാണ്. See them, even the best employee, once he shows up, he works hard, but once he finishes his work, he goes home and then he does whatever he wants, his own interest.
ഏറ്റവും നല്ല ജോലിക്കാരനാണെങ്കിലും അവൻ വരുന്നു, അവൻ ജോലി ചെയ്യുന്നു, അവന് ഈ ജോലി വിട്ടു പോയി കഴിഞ്ഞാൽ അവന് അവൻ്റെതായ സ്വകാര്യ കാര്യങ്ങളുണ്ട്, അവൻ ഇത് വിട്ട് അവന്റെ കാര്യത്തിലേക്ക് പോകുന്നു. Even the best employee, the employer only expects, while you're here, give me 100%. അപ്പൊ ഏറ്റവും വലിയ ഒരു ജോലി ഉദ്യോഗസ്ഥൻ പോലും അവൻ ആ ജോലി സമയത്ത് അവന്റെ ജോലിയും ഉത്തരവാദിത്വം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ അവന്റെ സ്വകാര്യതയിലേക്ക് പോകും. But once you go home, you can do whatever you want, your time. അവൻ വീട്ടിൽ പോയി കഴിയുമ്പോൾ അവന്റെ ഇഷ്ടമാണ്, അവന്റെ ഇഷ്ടം പോലെ അവന്റെ സ്വകാര്യ ജീവിതം അവൻ മുന്നോട്ട് I നയിക്കുന്നു. mean, can the business owner come to even the house of even his best employee and says, "Hey, why aren't you working?" അപ്പം ഈ ഇങ്ങനെ ഒരു ഒരു ഏറ്റവും നല്ല ജോലിക്കാരന്റെ അടുക്ക് വീട്ടിൽ പോയിട്ട് നീ അവന്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? The employee will say, "Hey, man, I'm off the clock. I've finished work. I'll come tomorrow and do whatever you want." അപ്പൊ അവൻ പറയും, ഞാൻ ഇന്നലെ എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു, ഇനിയും ഞാൻ അടുത്ത നാളെ എന്റെ ഷിഫ്റ്റ് ഉണ്ട്, ആ സമയത്ത് നിനക്ക് വേണ്ടുന്ന ജോലി ചെയ്തു തരാം, ഇപ്പം എനിക്ക് വരാൻ പറ്റത്തില്ല. But what about the son? പക്ഷെ സ്വന്തം പുത്രനോടാന്ന് കരുതുക. The son is always thinking about the business. പക്ഷെ പുത്രൻ എപ്പോഴും അപ്പന്റെ ഈ ബിസിനസിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. Because the business owner is always thinking about the business. ഈ ബിസിനസ് ഉടമ എന്ന് പറയുന്ന ആളും എപ്പോഴും അവന്റെ ഈ ബിസിനസിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. See, if you don't own the business, once you finish your shift, you forget about it. പക്ഷേ ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയത്ത് മാത്രമേ വർക്ക് ചെയ്യൂ, അത് കഴിഞ്ഞ് കഴിയുമ്പം അവൻ അവന്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകും. But if you are the business owner, all the time you're thinking about, okay, I got to get this ready, I got to get that ready. ഇപ്പൊ നമ്മള് ഒരു ബിസിനസ് ഉടമയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കും, ഞാൻ ഇത് ചെയ്യണം അത് ചെയ്യണം, ഈ കാര്യങ്ങൾ എന്റെ എപ്പോഴും ഭരിക്കുന്നത്. And the attitude of the son is also the same as the father. അപ്പൊ ഈ പുത്രന്റെ മനോഭാവം എന്ന് പറയുന്നത് ഈ അപ്പന്റെ മനോഭാവം പോലെ തന്നെയാ. അവനും ഈ ബിസിനസിനെ കുറിച്ച് അവന്റെ ചിന്ത. If the father is thinking about how to further his business, the son is also thinking how to further the business. അപ്പൊ ഈ പിതാവ് എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് നല്ലതായിട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയെങ്കിൽ പുത്രനും ആ ചിന്ത തന്നെയാ പുത്രന്റെ ഉള്ളത്. This is the difference between new covenant service to the Lord, to God, and old covenant service to God. ഇതാണ് പുതിയ നിയമത്തില് ദൈവത്തെ സേവിക്കുന്നതും പഴയ നിയമത്തില് ദൈവത്തെ സേവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. In the old covenant, the Levites had certain times and certain responsibilities they had to fulfill according to their duties. ഈ പഴയ നിയമത്തിലെ ലേവ്യ ആൾക്കാർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവര് ചെയ്തു തീർക്കണം. For Jesus, it was his entire life. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ മുഴു ജീവിതവും കർത്താവിനെ സേവിക്കുന്നതിലായിരുന്നു. Now, sadly, for many Christians, and especially for us men, sadly, many of them, it is, Lord, I'll serve you during this time. Sunday is your day. Everything else is mine. ഇപ്പൊ നമ്മള് ഈ പുരുഷന്മാർക്ക് ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ ഒരു 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 സമയമുണ്ട്, അല്ലെങ്കിൽ ഞായറാഴ്ച ഇത്രയും സമയം ഞാൻ നിന്നെ സേവിക്കാം എന്ന നിർഭാഗ്യവശാൽ ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. Oh, you want a Friday meeting also? Okay, I'll give you that, but don't ask more than that. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ അതും തരാം നിനക്ക് വേണ്ടി, പക്ഷെ അതിനപ്പുറം നീ എന്നോടൊന്നും ചോദിക്കാൻ പാടില്ല. I really want to be doing that. I want to go watch a movie or go out to eat, or I want to do this for myself, but okay, I'll give you this amount of time. എനിക്ക് എന്റേതായ സ്വകാര്യങ്ങൾ, എനിക്ക് അവിടെ പോകണം, എനിക്ക് സിനിമ കാണാൻ പോകണം, എനിക്ക് ആഹാരം കഴിക്കാൻ പോകണം, പക്ഷെ ഓക്കെ നിനക്ക് ഈ സമയങ്ങളൊക്കെ നിനക്ക് ഞാൻ തരാം, വെള്ളിയും ശനിയും ഞാൻ തരാം, ഞായറും നിനക്ക് തരാം. I think most Christians who are serving God, are serving him as employees. ഈ മിക്ക ക്രിസ്ത്യാനികളും കർത്താവിനെ സേവിക്കുന്ന മിക്ക ക്രിസ്ത്യാനി നോക്കുവാണെങ്കിൽ ഈ ജോലിക്കാര് സേവ് ചെയ്യുന്ന പോലെ ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ മാത്രമേ അവർ കർത്താവിനെ സേവിക്കത്തുള്ളൂ. Yes, Lord, I will serve you. I'll give you this, but you better give me a job, keep me healthy, take care of my children, take me to heaven when I die. അതായത് ഞാൻ നിനക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ നീ എന്റെ കാര്യങ്ങൾ നോക്കണം, എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം, എന്റെ ആ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കാമെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുള്ള മനോഭാവമാണ് നമുക്കുള്ളത്. This is that employee mindset. I'll work for you, but you better pay me. ഞാൻ നിനക്ക് വേണ്ടി ജോലി ചെയ്യാം, പക്ഷെ നീ എനിക്ക് ശമ്പളം തരണം എന്നുള്ള ഒരു മനോഭാവമാണ് ജോലിക്കാരൻ്റെത്. The son doesn't ask for payment. ഈ പുത്രൻ ഒരിക്കലും ഈ ശമ്പളത്തെ കുറിച്ചൊന്നും ചോദിക്കത്തില്ല. If the son goes to the father and says, "Dad, where's my paycheck?" What will the father say? ഇപ്പം പുത്രന് അപ്പൻ്റെ അടുക്ക് പോയിട്ട് ചോദിക്കുക, എന്റെ ഇന്നത്തെ ശമ്പളത്തിന്റെ ചെക്ക് എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ പിതാവ് എന്ത് പറയും? Son, what paycheck? My whole business is yours. It's going to be yours.
അപ്പൊ പിതാവ് എന്ത് പറയും, എന്തിനാ ഈ ശമ്പളവും പേച്ചക്കും ഒക്കെ, ഈ മൊത്തം ബിസിനസിന്റെ ഉടമ നീ തന്നെയാ. Now, when you think about how many Christians are asking God, God, I want you to do this for me. I want you to give me that. Take care of this, take care of that. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പലരും നോക്കുന്നത്, കർത്താവ് എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യണം, അത് നോക്കണം, ഇത് നോക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. What will the Father say? പിതാവ് എന്തുമായിരിക്കും അവരോട് പറയുന്നത്? My whole kingdom is yours. It is my good pleasure to give you my whole kingdom. I want to give that to you. എന്റെ മുഴു രാജ്യവും നിങ്ങളുടെയാ, എനിക്ക് എന്റെ ഈ മുഴു രാജ്യം നിനക്ക് തരാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പിതാവ് പറയും. If you have the attitude of a son, you'll never have any complaint or bargaining with God. നീ നമുക്ക് ഒരു പുത്രന്റെ മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു തർക്കങ്ങളോ നമുക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. We see this in Matthew chapter 3. നമ്മൾ ഈ കാര്യം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തില് കാണുന്നുണ്ട്. Matthew 3 is before Jesus' ministry has begun. ഈ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം എന്ന് പറയുന്നത് യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പുള്ളതാ. And up to this point, Jesus has lived uh, a life hidden away in Nazareth. അപ്പം ഈ ഒരു ഭാഗം വരെ ഈ നസ്രയത്തില് മറ്റാരും കാണാത്ത ഒരു ജീവിതമാണ് കർത്താവ് നയിച്ചുകൊണ്ടിരുന്നത്. And if you ask Jesus, hey, what have you done for God's kingdom up to this point? ഇപ്പൊ ആരെങ്കിലും കർത്താവിനോട് ചോദിക്കുക, എന്താണ് ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് ചെയ്തതെന്ന് ആരെങ്കിലും ചോദിക്കാന്ന് വിചാരിച്ചോ? Maybe some other person in Nazareth who is becoming a priest or a Pharisee will say, oh, I've done this, I've gone on this, I evangelized, I go and pray, and I serve in the synagogue. All that he could say he's done. അപ്പൊ ആ നസ്രയത്തിലുള്ള ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു പരീശനോട് ചോദിക്കുവാണെങ്കിൽ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്തു എന്നങ്ങനെ പല കാര്യങ്ങളും അവന് പറയാനുണ്ട്. I'm sure in Jesus' time, there were people who, his age, his classmates in school, who went on to become Pharisees, who did a lot of great things in the temple and in the synagogue. അപ്പം കർത്താവിന്റെ കാലഘട്ടത്തിൽ കർത്താവിന് കൂടെ പഠിച്ച ചില ആൾക്കാര് വലിയ വലിയ കാര്യങ്ങൾ ആ ദേവാലയത്തിൽ ചെയ്തിട്ടുണ്ട്. അവര് പല And കാര്യങ്ങൾ, പരീശന്മാരൊക്കെ കർത്താവിന്റെ ഒരു കൂടെ പഠിച്ചതാണ്, അവരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദേവാലയത്തിന് വേണ്ടി. they would have said, oh, Moses is our example. We read the law and we follow how he served God. We want to serve God like Moses. അപ്പൊ അവര് പറയും, ഞങ്ങള് മോശയുടെ ന്യായപ്രമാണം ഞങ്ങളുണ്ട്, മോശ എങ്ങനെയാണ് കർത്താവിനെ ദൈവത്തെ സേവ് ചെയ്ത് അതുപോലെ ഞങ്ങൾ സേവ് ചെയ്യുന്നുള്ള ഒരു 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 എരിവ് അവർക്കുണ്ടായിരുന്നു. And then you ask 30-year-old Jesus, what have you done? അങ്ങനെ 30 വയസ്സുള്ള കർത്താവിനോട് ചോദിക്കാം, യേശുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുവാണ് ചെയ്തത്? He says simply this, everything the Father asked me to do, I did. That's it. അപ്പൊ യേശു പറയും, ഇത് ഇങ്ങനെ വളരെ മനോഹരമായിട്ട് പറയും, പിതാവ് എന്നോട് എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞോ അതെല്ലാം ഞാൻ ചെയ്തു. Father asked me to obey my parents, Joseph and Mary. I obeyed them. പിതാവ് എന്നോട് പറഞ്ഞു ഈ ജോസഫിനും അതേപോലെ മറിയയ്ക്കും അനുസരിക്കാൻ പറഞ്ഞു, ഞാൻ അത് അനുസരിച്ചു. When I was doing something and my mother asked me to stop that and go and help her with something, I obeyed. ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, അപ്പൊ എന്റെ അമ്മ പറഞ്ഞു അത് നിർത്തിയിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു, ഉടനെ ഞാൻ അത് നിർത്തിയിട്ട് അത് ചെയ്തു. And then when my brothers made fun of me and mocked me, I was kind to them. I didn't speak back. അപ്പം എന്റെ സഹോദരന്മാര് എന്നെ കളിയാക്കി പരിഹസിച്ചു, പക്ഷെ ഞാൻ അവരോട് ക്ഷമിച്ചു, ദയാലുവായിരുന്നു, അവരോട് ദയ കാണിച്ചു. And I worked hard in my school. I'm sorry, brother. I worked hard in my school when I ഞാൻ went to എന്റെ school. സ്കൂളിൽ ഞാൻ എന്റെ സ്കൂളിൽ വളരെ കഠിനാധ്വാനം ചെയ്തു. And then I got a job when I was 18 years old, and I worked hard as a carpenter. എനിക്ക് 18 വയസ്സായപ്പോ ഒരു ജോലി കിട്ടി, ഞാനൊരു ഒരു ആശാരിയായിട്ട് അധ്വാനിച്ചു. And then when Joseph died, I had to take care of the whole family, provide for my mom and my brothers and sisters. I worked hard. യോസഫ് മരിച്ചപ്പം എനിക്ക് അധികമായിട്ട് ജോലി ചെയ്യണമായിരുന്നു, എനിക്ക് ഒരു കുടുംബത്തെ പോറ്റി പുലർത്തണമായിരുന്നു യോസഫിന്റെ And then മരണത്തിന് ശേഷം. and now he says, I'm 30 years old. എനിക്കിപ്പോ 30 വയസ്സായി. Have you preached any sermons, Jesus?
യേശുവെ നീ എന്തെങ്കിലും പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടോ? No. ഞാനൊന്നും പ്രസംഗിച്ചിട്ടില്ല. Have you traveled to some far off country to tell them about God? No. നിങ്ങൾ ഏതെങ്കിലും ഒരു ദൂരദേശത്ത് പോയി കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. The Pharisees had done all of that. പരീശന്മാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. And then at the age of 30, in Matthew chapter 3, verse 17, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, 30-ാമത്തെ വയസ്സിൽ, യേശുവിന് 30 we വയസ്സുള്ളപ്പോ see the Father speaking from heaven saying, "This is my beloved Son in whom I'm well pleased." പിതാവ് യേശുവിനെ കുറിച്ച് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. All of you on earth may not be impressed with what Jesus has done, but I നമ്മള് have seen what he has been doing. I am well pleased. അപ്പൊ നമ്മളെല്ലാരും മനുഷ്യരാരും ഇതിന് വലിയ മുഖ്യത്വം കൊടുക്കത്തില്ല. പക്ഷെ പിതാവ് പറയാണ്, യേശു ചെയ്തതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ വളരെ സന്തോഷവാനാണ്. Now, when did this happen when the Father spoke like this? പിതാവ് എപ്പോഴാണ് ഈ കാര്യങ്ങൾ പിതാവ് സംസാരിച്ചത്? Is when Jesus was baptized in water. ഇത് സംസാരിച്ചത് പിതാവ് വെള്ളത്തിൽ സ്നാനം ഏറ്റെടുക്കുമ്പോഴാണ്. When we are baptized, we understand that is a death of the old man, and my sins are forgiven, and I've turned, I've repented. That's why we are baptized. നമ്മൾ സ്നാനം വെക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചുപോയി. നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാനസാന്തരത്തിലൂടെ പുതിയതിലേക്ക് നമ്മൾ മടങ്ങി വരുന്ന ഒരു കാര്യമാണ് ഈ സ്നാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. Jesus had never sinned. Why did he need to be baptized? യേശു ഒരിക്കലും പാപം ചെയ്തിരുന്നില്ല, പിന്നെ എന്തിനാ യേശു സ്നാനം ഏറ്റെടുക്കുന്നത്? He was showing us an example of death to self through that baptism. അപ്പം യേശു നമ്മുടെ സ്വയത്തിനെ എങ്ങനെ മരിക്കണമെന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഈ സ്നാനത്തിലൂടെ നമ്മളെ കാണിച്ചത്. He was expressing he was showing us what he expressed in John 6 verse 38. അപ്പം നമ്മൾ മുമ്പേ കണ്ട പോലെ യോഹന്നാന്റെ സുവിശേഷം 6:38 കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ ഒരു പ്രതിബിംബിക്കുകയായിരുന്നു ഈ സ്നാനത്തിലൂടെ. Every situation I'm going to say, Father, not my will, your will only. എല്ലാ സാഹചര്യത്തിലും പിതാവേ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം മാത്രം. And in a sense, what I hear the Father saying, ഞാൻ ഇവിടെ പിതാവ് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. Up to this point, I had lots of good employees who served me in many ways. എനിക്ക് ഇത്ര സമയം വരെ എന്നെ സഹായിക്കാനായിട്ട് ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു. അവരെന്നെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. Now I have a son who is mine. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരു പുത്രനുണ്ട്, അവൻ എന്റെ സ്വന്തമാണ്. I pray that the Lord, as he looks around at all the Christian work that's going on around the world, and especially in India, ഈ ദൈവം സ്വർഗത്തിൽ നോക്കുമ്പം ഈ ക്രിസ്തീയ ജോലി പല വേലകള് ഇവിടെ ഭൂമിയിൽ നടക്കുന്നു. അത് ഉദാഹരണത്തിന് ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നോക്കുന്നു മേളിൽ നിന്ന്. And God will say, "Oh, I see that man, he's serving me. That woman, she's serving me. This person is doing that. This person is doing that. But here is a son. Here is a daughter." അപ്പം പിതാവ് മേളിൽ നോക്കുമ്പം ഇവൻ എനിക്ക് അത് ചെയ്യുന്നു, ആ സ്ത്രീ എനിക്ക് ഇത് ചെയ്യുന്നു, ഈ പുരുഷൻ എനിക്ക് ഇത് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോ ഇതാ എന്റെ പുത്രൻ എനിക്ക് ചെയ്യുന്നത് ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. Here is a son for whom he's not taken up with what can he do for me. He just wants to be with me and wants to be a part of, wants to follow me. ഇവിടെ ഈ പുത്രന് എനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, എന്നെ അനുഗമിക്കുന്നതില, എന്നെ പിന്തുടരുന്നതില ഈ പുത്രന്റെ താല്പര്യം. Again, imagine this business owner. He's got a little 5-year-old boy. ഇപ്പൊ നമ്മളൊന്ന് വിചാരിക്കാം, ഈ ഒരു ബിസിനസ് ഉടമയ്ക്ക് ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കാം. And the father is about to go to the office, and the 5-year-old boy says, "Daddy, I just want to be with you. Can I come with you?" അപ്പം ഈ പിതാവ് ഈ ജോലി സ്ഥലത്തിലേക്ക് പോവുക. അപ്പൊ ഈ 5 വയസ്സുള്ള ഈ കുട്ടി പറയാ, എനിക്കും വരണമെന്നുണ്ട്, ഞാനും വരട്ടെ എന്ന് ചോദിക്കുന്നു. I don't know how to do all the things you're doing, Daddy, but I just want to be with you. പപ്പ, എനിക്ക് നീ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് നിന്റെ കൂടെ ഒന്ന് ഇരിക്കണം. 10 years old, "Daddy, can I come with you to your office? I just want to be with you." 10 വയസ്സുള്ള ഒരു കുട്ടി, എനിക്ക് നിന്റെ കൂടെ വരണം, ഞാൻ നിന്റെ കൂടെ അവിടെ ഇരുന്നോളാം. 15 years old, "Daddy, I just want to be with you." 15 വയസ്സായി, അവൻ പറയുന്നു, ഞാൻ ഡാഡി എനിക്ക് നിന്റെ കൂടെ ഇരുന്നാ മതി. Finally, that young boy is now 30 years old,
and he's old enough, ready to take over the business. അങ്ങനെ ഈ കുട്ടി 30 വയസ്സായി. ഇപ്പം അവന് പ്രായപൂർത്തിയായി. ഇപ്പം ഈ ബിസിനസ് മൊത്തത്തിൽ ഏറ്റെടുക്കാനായിട്ടുള്ളൊരു മനുഷ്യനായി മാറി. Why is he ready to take over the business? അവൻ എന്തുകൊണ്ടാ ഈ ബിസിനസ് ഏറ്റെടുക്കാനായിട്ട് മുൻപിട്ട് വരുന്നത്? Not because he set out to try to do something for his for the business owner, ഇവിടെ ഈ ബിസിനസ് ഉടമയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു മനോഭാവത്തോടെ അല്ല ഈ പുത്രൻ വരുന്നത്. but simply because he said, Daddy, wherever you go, I want to go. അവിടെ ഈ ഡാഡി നീ എവിടെല്ലാം പോകുന്നു അവിടെ എല്ലാം വരണം എന്നുള്ള മനോഭാവത്തോടെയാ ഈ And പുത്രൻ he ചെയ്യുന്നത്. watched his father, watched his father, watched his father for all those years, and now he's ready to take over the business. അവന് തന്റെ ഈ അപ്പനെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു, പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവനൊരു പ്രായപൂർത്തിയായപ്പോൾ ആ ബിസിനസ് ഏറ്റെടുക്കാനായിട്ട് അവന് മുന്നോട്ട് വരുന്നു. We see one picture of this in Jesus' life when he was 12 years old in Luke 2. അപ്പൊ ഇതിന്റെ ഒരു ചിത്രം ഈ ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ യേശുവിന് 12 വയസ്സായപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. See, most people think that to serve God means we must go and do something in the ministry. നമ്മൾ പലപ്പോഴും കർത്താവിനെ സേവിക്കുക എന്ന് പറയുന്നത് കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. Jesus, that's okay if you're following Moses. അത് നിങ്ങൾ ഈ മോശയെ പിന്തുടരുവാണെങ്കിൽ അത് തെറ്റില്ല, അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. And you could be faithful as that, but that's not our example. നിങ്ങൾ ഒരു പക്ഷേ ആ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കാം, പക്ഷെ അതല്ല നമ്മുടെ മാതൃക. Our example is Jesus, who is faithful as a son. നമ്മുടെ ഉദാഹരണം എന്ന് പറയുന്നത് യേശു ഒരു പുത്രനെ പോലെ വിശ്വസ്തനായിരുന്നു. അതാണ് നമ്മുടെ ഉദാഹരണം. And even if Jesus never did a single miracle or cast out a single demon or anything like that, at the age of 30, the father said, This is my example for you who is faithful as a son. യേശു 30 വയസ്സ് വരെ ഒരു ഭൂതത്തെയും പുറത്താക്കിയില്ല, ഒരു അത്ഭുതവും ചെയ്തില്ല. പക്ഷേ 30 വയസ്സായപ്പോ പിതാവ് പറയാണ്, ഇതാണ് എന്റെ പുത്രൻ, ഞാൻ സ്നേഹിക്കുന്ന എന്റെ പുത്രൻ. So what all did Jesus do when he was until the age of 30 that the father said, this is my faithful son? ഇത് 30 വയസ്സ് വരെ എന്തെല്ലാം കാര്യങ്ങളാ കർത്താവ് ചെയ്തത്? അത് എന്ത് കണ്ടിട്ടാ കർത്താവ് പറഞ്ഞ ഇതെന്റെ എന്റെ എന്റെ ഞാൻ ആദരിക്കുന്ന എന്റെ പ്രിയപുത്രൻ എന്ന് പറയാൻ കാരണം എന്താ? എന്തുവാ കർത്താവ് ചെയ്തത്? Most of that we don't know anything about it. We're not told in scripture. നമുക്ക് ഇതിനെക്കുറിച്ച് ഈ തിരുവെഴുത്തുകൾ വ്യക്തതയില്ല, നമുക്കറിയില്ല എന്തുവാ ചെയ്തെന്ന് വ്യക്തതയില്ല. The Holy Spirit can reveal that to us in our own circumstances that we face. പക്ഷേ പരിശുദ്ധാത്മാവിന് നമ്മൾ കടന്നു പോകുന്ന വിവിധ സാഹചര്യങ്ങളിലൂടെ ഈ കാര്യത്തിൽ നമുക്കൊരു വെളിച്ചം തരാൻ പറ്റും. And Jesus gave us the general principle of that when he said, I've come only to do the will of the Father. അപ്പം ഇത് നമ്മൾ മുമ്പേ കണ്ടു. അതായത് കർത്താവിന് ഒരു പൊതുവായ ഒരു തത്വം ഉണ്ടായിരുന്നു. കർത്താവ് ഭൂമിയിലേക്ക് വന്ന അതിന്റെ ഒരു തത്വം എന്താന്ന് വെച്ചാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് വന്നത്. But here we see one little incident that happened when Jesus was 12 years old that shows us a little picture of that. ഇവിടെ കർത്താവിന് 12 വയസ്സുണ്ടായിരുന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ സംഭവം നടന്നു. അപ്പോൾ നമുക്കൊരു ചിത്രം കിട്ടും, ഈ പിതാവ് എന്തുവാണ് ചെയ്തതെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ചിത്രം നമുക്ക് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. You know the story that Jesus went with his family to Jerusalem for the festival. നമുക്കറിയാം, ഈ കഥ നമുക്കറിയാം. യേശു കുടുംബമായിട്ട് യെരുശലേമിലെ ഒരു ഉത്സവത്തിന് പോയ കാര്യം നമുക്കറിയാം. And somehow his parents forgot about him and left him there and went back to Nazareth. അവിടെ യെരുശലേമിൽ നിന്ന് ഈ മാതാപിതാക്കൾ യേശുവിനെ മറന്നുപോയി. അവര് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നു. And for 3 days he was left by himself, 12-year-old little boy. ഈ 12 വയസ്സുള്ള കുട്ടിയെ മറന്ന് 3 ദിവസം ഇവരെ യാത്ര തിരിച്ചു വീട്ടിലേക്ക് യെരുശലേമിൽ നിന്ന്. Now, if you leave a 12-year-old boy by himself for 3 days, what will happen? ഈ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു സ്ഥലത്ത് വിട്ടിട്ട് 3 ദിവസം നമ്മൾ വരുമ്പോ ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും? For most 12-year-old little boys in the world, it will be, okay, maybe there's a football game. I want to go watch that, or a cricket match I want to watch. അപ്പം ഈ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളെ നോക്കാമെങ്കിൽ 12 വയസ്സുള്ള കുട്ടികൾ ക്രിക്കറ്റ് കളി കാണാൻ പോവാം, ഫുട്ബോൾ കളി കാണാൻ പോവാം, ഈ 3 ദിവസം മാതാപിതാക്കളിൽ നിന്ന് വെളിയിൽ നിൽക്കും, നമുക്ക് ഇത് ചെയ്യാമെന്നാ ചിന്തിക്കുന്നത്. Or some other 12-year-old boy says, Daddy and Mommy never let me go watch movies. I can go watch a movie now. പപ്പയും മമ്മിയും എന്നെ ഒരു സിനിമ കാണാൻ ഇതുവരെ അനുവദിച്ചില്ല, എന്നാ ഇപ്പൊ ഒന്ന് സിനിമ കണ്ടേക്കാം.
or I never go to eat the nice restaurant. I will go there. അപ്പൊ ചില കുട്ടികൾ പറയും, "ഓ, ഞാൻ ഇതുവരെയും വെളിയിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം." Here's Jesus, 12 years old, left alone for 3 days. What does he do? ഇവിടെ ഈ 12 വയസ്സുള്ള യേശു 3 ദിവസത്തെ മാതാപിതാക്കൾ വിട്ടിട്ട് പോയി. യേശു എന്തുവാ ചെയ്തത്? What he does shows us what he is constantly thinking about. കർത്താവ് എന്ത് ചെയ്തു എന്നത് കാണിക്കുന്നത്, കർത്താവ് തുടർമാനം എന്താണ് ചിന്തിച്ചതിനെയാണ് അത് കാണിക്കുന്നത്. That 12-year-old boy who's always thinking about football or cricket, that's what he's going to choose to do when you leave him alone. അതായത് ഒരു 12 വയസ്സുള്ള കുട്ടി അവൻ എപ്പോഴും ഫുട്ബോൾ ആണ് ചിന്തിക്കുന്നതെങ്കിൽ അവന് മാതാപിതാക്കൾ ഇല്ലാതിരിക്കുമ്പോൾ ഫുട്ബോൾ പോയി കളിക്കും. Jesus was always thinking about his father's kingdom, his father's interests. കർത്താവ് തുടർമാനം തന്റെ പിതാവിന്റെ രാജ്യം, പിതാവിന്റെ ഇഷ്ടം എന്തുവാണ്, അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. So when you leave him alone, that's what he's going to resort. That's what he's going to do. അപ്പം കർത്താവിനെ തനിച്ച് വിടുമ്പം, യേശുവിനെ തനിച്ച് വിടുമ്പം യേശു എന്താ ചെയ്തത്? ആ യേശുവിന്റെ ചിന്തകളിൽ ഉണ്ടായിരുന്ന ദൈവത്തിന് ഇഷ്ടമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചാ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. When his mother finally finds him, he says in verse 49, "Why is it that you were looking for me? Did you not know that I had to be about my father's business?" അവിടെ അതിന് 49 ലൂക്കോസ് 2:49 അവൻ അവരോട്, "എന്നെ തിരിഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ" എന്ന് പറഞ്ഞു. The literal word there is, I had to be doing the things of my father. ഇവിടെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം ഞാൻ ചെയ്യണം എന്നാ അതിന്റെ അർത്ഥം. Mom, he's telling her, "Mom, whenever I was in your home, when I'm with you, you see that I always am obeying you because I love the Father." അപ്പം മറിയോട് പറഞ്ഞു, "അതെ അമ്മേ, ഞാന് വീട്ടിലായിരുന്നപ്പം നീ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. അന്ന് വെച്ചാൽ അതായിരുന്നു പിതാവിന്റെ ഇഷ്ടം." So when you leave me alone by myself, that's also what I'm going to be doing, the Father's interests. അതുകൊണ്ട് നീ എന്നെ മറന്ന് ഇവിടെ ഇട്ടിട്ട് പോകുമ്പോഴും എന്റെ ചിന്തകളിലുള്ളത് പിതാവിന്റെ ഇഷ്ടമാണ്. അത് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. Remember the words we read in Hebrews 3, consider Jesus your example. അപ്പം എബ്രായർ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുക, യേശുവിനെ നോക്കുക, മാതൃകയാക്കി വെക്കുക. What is the attitude of our hearts, dear brothers? നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവം എന്താ? When I'm with the other brothers or in the meeting, I like to think about the scripture and I pray and I act a certain way. Can you repeat that, brother? I'm sorry. Yeah, when I'm in the church meeting or around the brothers in the church, I like to read God's word and I pray a certain way. നമ്മൾ ഈ സഭയിൽ ബ്രദറിന്റെ കൂടെ ഒക്കെ നമ്മൾ സഹോദരന്മാരുടെ കൂടെ ഇരിക്കുമ്പം ബൈബിൾ വായിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. But once you leave me by myself and I'm with my friends at work and whatever, I do those other things which are more interesting to me. ഞാൻ നിങ്ങളെയൊക്കെ വിട്ടിട്ട് എന്റെ ജോലി സ്ഥലത്ത് പോയി എന്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇരിക്കുമ്പം ഞാൻ വേറെ പല കാര്യങ്ങളാ എന്റെ ചിന്തകളും എന്റെ താല്പര്യങ്ങളൊക്കെ. If the meeting goes too long, then I think, oh, it's too long. I want to go back and my mind is somewhere else. അപ്പം നമ്മുടെ ഈ സഭായോഗം ഇച്ചിരി ഒന്ന് നീണ്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഉടനെ പോകണം, എന്റെ ചിന്തകൾ വേറെ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഓടുന്നത്. Or if the elders say, okay, let's have a prayer meeting, extra prayer meeting, they think, oh, one more prayer meeting. അപ്പൊ ഉദാഹരണത്തിന് മൂപ്പം പറയാണ്, നമുക്ക് ഒരു പ്രാർത്ഥനയോഗം കൂടെ വെക്കാന്ന് പറയുമ്പോ, ഇനി ഒന്നുകൂടോ? This is a servant. Even if you're faithful, this is an employee. അപ്പൊ നമ്മള് വിശ്വസ്തരായിരിക്കെ തന്നെ നമ്മള് ഒരു വേലക്കാരനാണ്, ഒരു ജോലിക്കാരനാണ്. Say, Lord, I've given you 9 hours in the week. That's it. Don't ask for more. പിതാവേ, ഞാൻ നിനക്ക് 9 മണിക്കൂർ ഒരു ആഴ്ച തന്നു, അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല. Next week I'll come back on Sunday. I'll be there, but don't ask for more. ഞാൻ അടുത്ത ഞായറാഴ്ച വരാം, പക്ഷെ അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല. I mean, if your boss comes to your house and says, "Hey, I want you to do this," and acts like the boss in your house, you will say, this is not the job. This is my house. അപ്പൊ നമ്മുടെ ജോലി സ്ഥലത്തിലെ നമ്മുടെ മേലധികാരി നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയാ, ഇത് ചെയ്യണം അത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ വന്ന് പറയാണ്, നമ്മളെന്ത് പറയാ, ഇതെന്റെ വീടാ, അങ്ങനെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് നമ്മൾ പറയും, അല്ലേ? For many Christians, that's how their Christian life is. പല ക്രിസ്ത്യാനികൾക്കും ഈ രീതിയിലാണ് അവരുടെ ക്രിസ്തീയ ജീവിതം. Lord, I give you that
2 hours on Sunday, 3 hours on Sunday. I come on Friday. We have a Wednesday also, but the rest of the day is mine, Lord. I want to do what I want. ഞാൻ നിനക്ക് ഞായറാഴ്ച തന്നിട്ടുണ്ട്, പിന്നെ വെള്ളിയാഴ്ച തന്നിട്ടുണ്ട്, ബുധനാഴ്ച തന്നിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള സമയങ്ങളൊക്കെ എന്റെ. അതൊന്നും എന്നെ ശല്യപ്പെടുത്തരുത്. This is the employee mindset towards God. ഇതാണ് ഒരു ജോലിക്കാരന്റെ മനോഭാവം ദൈവത്തോടുള്ള. It's okay if you're under the old covenant. അപ്പൊ ഇത് പഴയ നിയമത്തിലെ ഇങ്ങനത്തെ ഒരു മനോഭാവത്തിൽ തെറ്റില്ല. You know, I see even in Christendom, there are many people who work in the ministry. ഇന്ന് ക്രിസ്തീയ ലോകത്തില് നമുക്ക് പല ശുശ്രൂഷകളുള്ള പല ക്രിസ്ത്യാനികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. Missionaries or pastors that after some years of serving, they're given a break, sabbatical or furlough, they call it. അപ്പം ഇവര് കുറച്ച് നാള് ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷം, മിഷണറിമാരും പാസ്റ്റർമാരും ഒക്കെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞു അവര് കുറച്ചൊരു അവധി, ഒരു ഇടവേള, ഒരു അവധി എടുത്ത് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. That's how it is in the companies. You work for certain 10 years, 15 years, you get a sabbatical. നമ്മള് ചില കമ്പനികളിലൊക്കെ അങ്ങനെയാണ്. 10-15 വർഷമൊക്കെ ജോലി തുടർമാനം ചെയ്ത ഒരു നീണ്ട അവധി നമുക്ക് കിട്ടും. Okay, you've done such a good job here, you take a break. നിങ്ങൾ നല്ലൊരു ജോലി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് നാളിലേക്ക് അവധി എടുത്തുകൊണ്ട് പോയെന്ന് നല്ല കമ്പനികളൊക്കെ പറയും. Now, when you give that employee, say, take a break, and he still shows up to work, what do you think? That's a son. He's not an employee. അവിടെ മേലധികാരി പറയാ, നീ ഇത്രയും നാളും ജോലി ചെയ്ത് കുറച്ച് അവധി എടുത്ത് നീ പൊക്കോന്ന് പറയുമ്പം ഇവൻ പറയുന്നു, ഇല്ലില്ല, ഞാൻ ഇവിടെ ജോലി തന്നെ തുടർന്നോളാം എന്ന് പറയുമ്പം അതൊരു പുത്രന്റെ മനോഭാവമാണ്. Think about it, dear brothers. If God was to say, Santosh, for 3 hours, you can do your own will, whatever you want. ഇപ്പം നമ്മള് പിതാവ് പറയാണ്, ബ്രദർ സന്തോഷ്, നിനക്ക് 3 മണിക്കൂർ നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാന്ന് പറയാന്ന് കരുതുക. Okay, Lord, anything I can do? Yeah. അപ്പം ഞാൻ പറയാണ്, എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാമോ? My response in that situation will show whether I'm a servant or a son. എന്റെ ഇങ്ങനെ എന്നോടൊക്കെ പിതാവ് ചോദിക്കുമ്പം എന്റെ തിരിച്ചുള്ള മറുപടി ഞാനൊരു ജോലിക്കാരനാണോ പുത്രനാണോ എന്നുള്ളതിന്റെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്റെ മറുപടി. Okay, Lord, for 3 hours you're giving me permission to please myself? Okay. 3 മണിക്കൂർ എന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നീ എന്നെ അനുവദിക്കുമോ? ഞാൻ സന്തോഷവാനായിട്ട് പ്രതികരിക്കാന്ന് കരുതുക. That's the attitude of a servant. അങ്ങനെയെങ്കിൽ ഞാനൊരു ജോലിക്കാരന്റെ മനോഭാവമാണ്. The son says, Lord, you give me 3 hours to do whatever I want. I only want to do what your will is. പക്ഷെ ഒരു പുത്രന്റെ മനോഭാവമാണെങ്കിലോ, പുത്രന് ഈ 3 മണിക്കൂർ കൊടുക്കുമ്പോൾ പുത്രൻ പറയും, എനിക്ക് ഈ 3 മണിക്കൂർ നിന്റെ ഇഷ്ടം മാത്രം ചെയ്താൽ മതി എന്ന് പുത്രൻ പറയും. I'll show you a verse in Romans chapter 15. റോമാലേഖനം 15-ാം അധ്യായം verse 3. മൂന്നാം വാക്യം. Even Christ never pleased himself. ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. If you ക്രിസ്തു gave തന്നെ Jesus, ഒരിക്കലും പ്രസാദിച്ചില്ല. നെവർ പ്ലീസ്ഡ് ഹിംസെൽഫ്. അവനെ തന്നെ പ്രസാദിപ്പിച്ചില്ല. if you came to Jesus when he was here on this earth, say, Jesus, you can do whatever you want. You know what his response would be? അപ്പൊ പിതാവ്, യേശു ഭൂമിയിലായിരുന്നപ്പം പിതാവ് പറയാം, നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പിതാവ് പറയാന്ന് വിചാരിച്ചോ? He says, I am about my father's business. You give me 3 days, you forgot about me, I'm going to do my father's business. പിതാവ് പറയും, എനിക്ക് 3 ദിവസം നീ തന്നാലും നീ എന്നെ മറന്നു കളഞ്ഞാൽ എനിക്ക് നിന്റെ ഇഷ്ടം തന്നെയാ ചെയ്യേണ്ടത്, നിന്റെ വേല തന്നെയാ എന്റെ വേല. This is our example. ഇതാണ് നമ്മുടെ മാതൃക. For many Christians, if you add one more meeting or some more responsibility, they complain, oh, one more thing you're asking me, Lord? One more thing, elders, you're asking me to do? ഇവിടെ നമ്മൾ ഈ ക്രിസ്ത്യാനികളെ നോക്കാമെങ്കിൽ അവരോട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടെ വരണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളിലൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ ഒരു മുഷിച്ച മനോഭോ, ഇനി ഞാൻ ഇതും ചെയ്യണോ അതും ചെയ്യണോ എന്നുള്ള ഒരു മടുപ്പ് മനോഭാവമാണ്. The attitude of the son is, Lord, my whole life is yours. ഒരു പുത്രന്റെ മനോഭാവം എന്ന് പറയുന്നത് എന്റെ മുഴുവൻ ജീവിതവും നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ്. I never want to please myself. എനിക്ക് ഒരിക്കലും എന്നെ തന്നെ സന്തോഷിപ്പിക്കണ്ട. Before I close, I'll just turn with me, please, to Luke chapter 15. ലൂക്കോസിന്റെ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട്. The story of this younger son who wasted his father's money. ഈ തന്റെ പിതാവിന്റെ സ്വത്ത് നശിപ്പിച്ച മുടിനായ പുത്രന്റെ ഒരു കഥയാണ് ഇവിടെ ഉള്ളത്. When he comes back, he says in verse 19, I am no longer worthy to be called your son. Make me as one of your employees. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. See, I wonder why this younger son left home in the first place. ഇവിടെ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഈ മുടിയനായ പുത്രൻ അവന്റെ അപ്പനെ വിട്ടു പോയെന്ന് എനിക്ക് He had മനസ്സിലാവുന്നില്ല. such a good life in a nice home. His father loved him so much. അവന് നല്ലൊരു വീടുണ്ടായിരുന്നു, നല്ല മനോഹരമായ ഒരു ഭവനം ഉണ്ടായിരുന്നു, അവന്റെ അപ്പൻ അവനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. But the problem was that every morning his father would wake him up and say, Come, let's go. Time to go to work in the field, work in the business we have. അത് അവന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാവിലെയും ഈ പിതാവ് എഴുന്നേറ്റ് വാ എന്റെ കൂടെ വാ, ഇവിടെ നമുക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പൻ മകനെ കൂട്ടിയിട്ട് പോകും. And finally, the boy became 18 years old. He said, I had enough of this. Give me my money. I'm going to go do whatever I want. അപ്പൊ 18 വയസ്സായപ്പോ ഇവൻ തന്നെ മടുത്തു. ഞാൻ എന്നും ഇവന്റെ അപ്പന്റെ കൂടെ ഇരുന്നല്ലോ പണി, എനിക്ക് എന്റെ കാശിങ് എന്തായാലും ഞാൻ വെളിയിൽ എവിടെയും പൊക്കോളാം എന്ന് അവൻ പറഞ്ഞു. The father says, Okay, I've tried to show you my love. And this business we have worked together hard is for you, my son. അപ്പൊ പിതാവ് പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ തരാം, പക്ഷെ ഞാൻ ഇത്രയും കാലം ഞാൻ നിന്നോട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് നിനക്ക് ഈ ബിസിനസ് എല്ലാം തരാൻ വേണ്ടിയാ. But okay, you leave, and the son goes and wastes all the money. ഓക്കെ, നിനക്ക് പോണെങ്കിൽ പൊക്കോ, പക്ഷെ ഈ മകന് ഈ കാശെല്ലാം എടുത്ത് അതെല്ലാം നശിപ്പിച്ചു. And then he had the right to the whole business. The whole business was going to be his, but he wasted it, the inheritance. ഈ ബിസിനസ് മൊത്തം ഈ പുത്രന്റെ ആയിരുന്നു, പക്ഷെ അവനത് നശിപ്പിച്ചു. And now he comes back and he says, Okay, I wasted my inheritance. Can I at least be an employee? അപ്പം അവന് തിരിച്ചു മടങ്ങി വന്നിട്ട് പറയാം, ഇനിയും ഞാൻ പുത്രനായിട്ടൊന്നും നിന്റെ ഇരിക്കാൻ പറ്റത്തില്ല, ഒരു കുറഞ്ഞ പക്ഷെ ഒരു ജോലിക്കാരനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. God designed us to be his sons and daughters. ഈ ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു മകനും മകളുമായിട്ട് ആകാൻ വേണ്ടിയാണ്. That was his plan, but we wasted that plan with sin and pleasing ourselves. അതാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ നമ്മൾ പാപം ചെയ്ത് ഈ പദ്ധതിയിൽ നിന്ന് നമ്മൾ വെളിയിൽ പോയി. And then we come back to him and says, Okay, can I at least be an employee? നമ്മൾ തിരിച്ചു മടങ്ങി വന്നിട്ട് ഇപ്പൊ നമ്മൾ പറയുന്ന, എനിക്ക് കുറഞ്ഞ പക്ഷെ ഒരു ജോലിക്കാരനായിട്ട് ഇരിക്കാൻ പറ്റുമോ? And what does the father say? അങ്ങനെയെങ്കിൽ പിതാവ് എന്താ മറുപടി പറയണേ? No, you are my son. അപ്പൊ പിതാവ് പറയാണ്, അങ്ങനെയല്ല, നീ എന്റെ പുത്രനാണ്. This business is still for you. You are still my son. You were dead, now you're alive. You were lost and now you're found. ഈ ബിസിനസ് എല്ലാം നിന്റെയാണ്, നീ നഷ്ടപ്പെട്ടിരുന്നു, നീ ഇപ്പം ജീവനോട് മടങ്ങി വന്നിരിക്കുന്നു, ഇതെല്ലാം നിന്റെയാണെന്നാ പിതാവ് പറയുന്നത്. Verse 24, this son of mine has come home. 24-ാം വാക്യം, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. This, dear brothers, if you have been living with an employee mindset towards God, he invites you today to come back and be his son. പ്രിയ സഹോദരന്മാരെ, ഇതുവരെ നിങ്ങൾ ഒരു ജോലിക്കാരന്റെ മനോഭാവത്തോടെയാണ് ദൈവത്തെ സേവിച്ചിരുന്നെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുവാണ്, നിങ്ങൾ ഒരു പുത്രന്റെ മനോഭാവത്തിലേക്ക് മടങ്ങി വരാനായിട്ട്. His plan for you was always that you would be his son. ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ ഒരു പുത്രനായിരിക്കാൻ വേണ്ടിയാ ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും. So that all of his kingdom, the divine nature, would be yours. ദൈവത്തിന്റെ മുഴു രാജ്യവും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം മൊത്തം നിങ്ങളുടെയായി മാറണം. Now imagine after they had a big party, big feast, the son goes to sleep in a comfortable bed. അവിടെ വലിയ ഒരു ആഘോഷവും വിരുന്നുമൊക്കെ ശേഷം ഈ പുത്രന് തിരിച്ച് കിടക്കയിലേക്ക് മടങ്ങി പോകുന്നു. I imagine the next morning when the son wakes up. പിറ്റേന്നാള് ഈ പുത്രന് എഴുന്നേൽക്കുന്നു. Now life goes on. The father has to go and work again to continue the business. Next day it's continuing as it always has. ജീവിതം മുന്നോട്ട് പോകണം. പിറ്റേ ദിവസം പിതാവ് വീണ്ടും ജോലി ചെയ്യാനായിട്ട് തന്റെ ജോലി സ്ഥലത്തിലേക്ക് പോകുന്നു.
Or maybe the father thought, okay, this is his first day back. He can sleep 10 o'clock, 11 o'clock. Let him sleep, get some sleep today. അപ്പം ഈ പിതാവ് വിചാരിക്കുകയാണ് ഇന്ന് ആദ്യത്തെ മകൻ വന്ന് കിടന്ന ആദ്യത്തെ ദിവസമല്ലേ, അവന് 10 മണി വരെ കിടന്നോട്ടെ, അവനവിടെ ശല്യപ്പെടുത്തണ്ട എന്ന് പിതാവ് വിചാരിക്കുമെന്ന് കരുതുക. But I imagine that younger son waking up maybe 11 o'clock in the morning and he looks out the window and he sees his father working in the field. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ പകന് ഒരു 11 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നു, വാതിൽ തുറക്കുന്നു, വാതിൽ തുറന്നു നോക്കുമ്പോൾ പിതാവ് അവിടെ ജോലി ചെയ്യുന്നു. What will he think? അവൻ എന്തുമായിരിക്കും ചിന്തിക്കുന്നത്? I must go and help my father. I'm his son. ഞാൻ അവന്റെ മകനാണ്, ഞാൻ എന്റെ അപ്പനെ അവിടെ പോയി സഹായിക്കണം. Whatever he wants, I realize now that this is all that he planned for me. അപ്പം അവനിപ്പോ അവന് മനസ്സിലായി, ഈ കാണുന്നതെല്ലാം ഈ പിതാവ് എനിക്ക് വേണ്ടി ഒരുക്കിയതാന്ന് മനസ്സിലായി. അവന്റെ ഹൃദയം അപ്പനിലേക്ക് പോകാനായിട്ടാ തുടിക്കുന്നത്. All those old complaints he had about how hard he had to work for his father, he realized the father wanted him to work because it was for him. അപ്പം ഇത്രയും കഠിനാധ്വാനം ഒക്കെ ചെയ്തത് ഇതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു കാര്യം അവന് വ്യക്തമായി മനസ്സിലായിപ്പോ. I imagine he would quickly get ready and run out to the field and say, Daddy, I want to be with you. How can I help you? അവന് പെട്ടെന്ന് റെഡി ആയിട്ട് അവനെ ഈ പിതാവ് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് പോയി, പിതാവ് ഞാൻ എങ്ങനെയാ നിന്നെ സഹായിക്കേണ്ടെന്ന് വളരെ തിടുക്കത്തോടെ പോയി ചോദിക്കും. You don't have to pay me. You don't have to give me this or give me that. I just want to be with you. എനിക്ക് നീ ശമ്പളം ഒന്നും തരണ്ട, എനിക്ക് അതും വേണ്ട ഇതും വേണ്ട, എനിക്ക് നിന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. This is the attitude that Jesus had and gave us an example. ഈ ഒരു മനോഭാവമാണ് യേശുവിന് നമുക്ക് മുന്നേ വെച്ചിരിക്കുന്ന മനോഭാവം. Dear brothers, God has given us lavishly all of his kingdom. He offers us. പിതാവ് നമുക്ക് വളരെ വളരെ എല്ലാം നമുക്ക് ധാരാളമായിട്ട് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ രാജ്യം മൊത്തം നമ്മുടെ. This is what it means to be a worshipper of God. ഇതാണ് ദൈവത്തിന്റെ ഒരു ആരാധകനായി മാറുക എന്നുള്ളതിന്റെ അർത്ഥം. Worshippers of God want to be with the Father and do his will in every circumstance. ആരാധകനെ സംബന്ധിച്ചിടത്തോളം അവന് എപ്പോഴും പിതാവിന്റെ കൂടെ ഇരുന്ന് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതില്ല അവന്റെ താല്പര്യം. We worship the Lord and then only we can truly serve him. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ സേവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. That's what Jesus said in Matthew 4. Worship the Lord and then serve him only. അതാണ് മത്തായി 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ദൈവത്തെ ആരാധിക്കുക, അതിനുശേഷം സേവിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷ. Now as the Lord takes us to be servants in the home with our wives and our children, servants in the church and wherever else he takes us. നമ്മുടെ ഈ പിതാവ് ഒരു വേലക്കാരനായിട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ സഭയിലോ എവിടെയെങ്കിലും ഒക്കെ ഈ രീതിയിൽ നമ്മളെ നയിക്കുമ്പോൾ, let's say, Lord, make me a worshipper of you. നമ്മുടെ പിതാവിനോട് പറയാം, പിതാവേ എന്നെ നിന്റെ ഒരു ആരാധകനായിട്ട് മാറ്റണമേ എന്ന് പറയാം. I want to be a son who is interested in the Father's affairs with all of my whole life. എന്റെ മുഴുവൻ ജീവിതം കൊണ്ടും എന്റെ ചിന്തകളെല്ലാം ദൈവത്തിന്റെ കാര്യത്തിലായിട്ട് നിന്നെ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയാം. Then whatever service the Lord calls us to do, whether it looks small or looks big, it will be worth it in the end. പിതാവ് നമ്മളെ ഏത് കാര്യം ചെയ്യാനായിട്ടാണോ വിളിക്കുന്നത്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് അവസാനം അതുകൊണ്ടൊരു മൂല്യമുണ്ട്. This is how we build a church. This is the only way. ഇങ്ങനെയാണ് നമുക്കൊരു സഭയെ കെട്ടാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, thank you for the example you've sent us in Jesus. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് യേശുവിൽ കാണിച്ച മാതൃകയ്ക്കായിട്ട് നന്ദി. Now, please pour out your Spirit on us so that we can also have the same mind of Christ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ. കർത്താവേ, ക്രിസ്തുവിലുള്ള അതേ മനോഭാവം ഞങ്ങളിൽ വരാനായിട്ട് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ പകരണമേ. Fill us, Lord, with a fresh anointing of the Holy Spirit, the Spirit that glorifies Jesus and reveals him to us. ഒരു പുതുക്കത്തിന്റെ ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. Bless these dear brothers, Lord, and establish the churches there to be honoring and glorifying to you.
ഈ സഹോദരന്മാരെ എല്ലാമേ അനുഗ്രഹിക്കണമേ, അവരുടെ സഭയെ അനുഗ്രഹിക്കണമേ, അവരുടെ സഭ പിതാവിനെ മഹത്വപ്പെടുത്തണമേ. We trust you. You will do that in Jesus' name. Amen. പിതാവെ, നീ അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Thank you for translating, brother. താങ്ക് യു സോ മച്ച് ബ്രദർ.